അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് ദുആ ചെയ്താൽ ഈ ദുആ പറയാൻ പോകുന്ന ദുആ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമ്മൾ എന്താണോ ദുആ ചെയ്യുന്നത്, എന്ത് നടക്കണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇൻഷാ അല്ലാഹ് അതിന്റെ ഫലം ഉടനടി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന്റെ ഉത്തരം ഉടനടി ലഭിക്കുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ദുആ ഓതിക്കൊണ്ട് നിങ്ങളുടെ നടക്കാത്ത എന്താഗ്രഹവും സാധിക്കാനും അതുപോലെ തന്നെ ആ ആഗ്രഹം ഉടനെ നടക്കുവാനും ഉടനടി തന്നെ നമ്മൾ ഹൈറായ രീതിയിൽ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് തീർച്ചയായിട്ടും മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഒന്നാമതായി സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത് നമുക്ക് ഏറെ ഫലപ്രദമായിട്ടുള്ള നടക്കുന്ന ഒരു കാര്യമാണ്. സുജൂദ് എന്ന് പറയുന്നത് വളരെയധികം ദുആ സ്വീകരിക്കാൻ പ്രാധാന്യമേറിയ ഒരു സമയം കൂടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എന്ത് ചെയ്യുക, സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ദുആ ഓതിയിട്ട് ഒരുപാട് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ഓതേണ്ട ഒരുപാട് ദുആകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ദുആയും. ഇതിൽ ഉടനടി ഉത്തരം ലഭിക്കുമെന്ന പ്രത്യേകതയാണ് ഉള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദുസ് സ്വമദുല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക, ആദ്യം പഠിക്കുക, വളരെ കൃത്യമായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഓതുക. പഠിച്ച് വളരെ കൃത്യതയോടുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് സുജൂദ് എപ്പോഴൊക്കെ ചെയ്യാൻ കഴിയുന്നു, അതായത് ഫർള് നമസ്കാരങ്ങളിൽ ഒരുപാട് സുജൂദ് നമുക്ക് ചെയ്യാൻ കഴിയും, ദിവസം തന്നെ ഒരുപാട് സുജൂദ് ചെയ്യാൻ കഴിയും. ആ സുജൂദുകളിലെല്ലാം എന്ത് ചെയ്യുക, ഇത് ഓതിക്കൊണ്ട് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന ആ എന്താണോ ആഗ്രഹം അത് മനസ്സിൽ നിയത്ത് വെച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ദുആ ഓതുക. ഇൻഷാ അല്ലാഹ് അത് നടക്കുക തന്നെ ചെയ്യും. ഒരുപാട് അനുഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഇത് അതുപോലെ തന്നെ മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനും അതുപോലെ തന്നെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി മക്കളെ കിട്ടുവാനും അതുപോലുള്ള ഒരുപാട് കടങ്ങൾ വീടുവാനും ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ വരുവാനും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഓതുക. ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു മരുന്നെന്നോണമാണ് ഈ കാര്യം ഇവിടെ ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് സുജൂദിൽ കിടന്നുകൊണ്ട് വെറും 2 വരിയുള്ള ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് അത് ചൊല്ലുവാൻ വളരെയധികം എളുപ്പമാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾ അറിയുന്ന ആളുകളിലോട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്നത് സ്വതക്കയാണ്, അത് പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഓതുക, പഠിക്കുക. അതുപോലെ തന്നെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തന്നെ സുജൂദിൽ പോകുന്ന സമയത്ത് ഓതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനടി തന്നെ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അത് ഹൈറായ രീതിയിൽ നല്ല മാർഗത്തിൽ അള്ളാഹുവിന്റെ ഒരു മനസ്സിൽ അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അത്രയധികം താഴ്മയോട് നിങ്ങൾ മനസ്സുരുകി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നടക്കാത്തതായിട്ടൊന്നുമില്ല. അള്ളാഹു നമ്മുടെ ദുആ കേൾക്കാതിരിക്കുന്നൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കേൾക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിൽ അർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി അള്ളാഹു എല്ലാ കടങ്ങളും എത്രയും പെട്ടെന്ന് വീട്ടി അള്ളാഹു നല്ല ഹൈറായ രീതിയിൽ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും മക്കളെ കിട്ടാത്തവർക്ക് മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കാനും ഒക്കെയുള്ള അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക്ക് അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് മറക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആവശ്യങ്ങളും ദുആ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അത് വഴിയെ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ദുആ വസിയത്തോടെ ഞാൻ ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് പഠിക്കുക. ഈ അറിവ് പറഞ്ഞു തന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു എല്ലാം ഹൈറാക്കി പെരുമാറാകട്ടെ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ, ദിക്റുകൾ, സ്വലാത്തുകളുമായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.